പാരന്റിങ് എന്ന് പറയുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമാണ്, ഒരു കലയാണ്, ഒരു ശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ഘട്ടത്തിലും മക്കൾക്ക് വേണ്ടി കൃത്യമായ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മക്കളുടെ കൂട്ടുകാർ ആരാണെന്ന് അറിയണം. മക്കൾ ഏറ്റവും അധികം അടുത്ത് ഇടപഴകുന്ന 5 കൂട്ടുകാർ ആരൊക്കെയാണെന്ന് ഓരോ രക്ഷിതാവിനും മനസ്സിലാക്കിയിരിക്കണം. കാരണം അതിലൊരാളെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ പതുക്കെയെങ്കിലും മക്കൾ അവനെ അനുകരിക്കാനുള്ള സാധ്യതയുണ്ട്. മക്കളുടെ കൂട്ടുകാർ തിരിച്ചറിയുക. മിക്കവാറും മക്കളുടെ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന കൂട്ടുകാരുടെ സ്വഭാവത്തിൻ്റെ ആവറേജ് ആയിരിക്കും നമ്മുടെ മക്കളുടെ സ്വഭാവവും. മക്കളുടെ അധ്യാപകരുമായി നിരന്തരം ഫോണിലൂടെയും നേരിട്ട് സ്കൂളിലോ കോളേജിലോ എത്തിയിട്ട് അവരെ കണ്ട് സംസാരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ ഓരോ ദിവസവും സ്കൂളോ കോളേജോ വിട്ടുവിടുന്ന മക്കൾ വൈകുന്നേരം സ്കൂളിലും കോളേജിലും സംഭവിച്ച വിശേഷങ്ങൾ തൻ്റെ മാതാപിതാക്കളോട് പറയാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം. വിശേഷങ്ങൾ പങ്കുവെക്കണം. അവർ ക്ലാസ്സിൽ കയറിയതും പുറത്തുപോയതും കളിച്ചതും മറ്റെന്തെല്ലാം ആക്ടിവിറ്റികൾ ഏർപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും മാതാപിതാക്കളുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കണം മക്കൾ. ഏതെങ്കിലും കാര്യങ്ങൾക്ക് നമ്മൾ മക്കൾക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ ആ പൈസ എന്തിനാണ് ചെലവഴിച്ചത് എന്ന് അവരറിയാതെ ഉറപ്പുവരുത്തണം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണോ പൈസ ചെലവഴിച്ചത്? അതുപോലെ മക്കൾ ഒരുപാട് സമയം രാത്രി വൈകി വരുന്നത് ഒഴിവാക്കണം. ദിവസത്തിൽ ഒരു നേരമെങ്കിലും 1 മണിക്കൂറെങ്കിലും മക്കൾക്ക് ശാരീരിക അധ്വാനം കിട്ടുന്നുണ്ട് എന്ന് രക്ഷിതാക്കൾ ഉറപ്പുവരുത്തുക. ജനങ്ങളുമായി ഇടപഴകുന്ന നിരവധി പ്രോഗ്രാമുകളിൽ നമ്മുടെ മക്കളെ പങ്കെടുപ്പിക്കുക. ആളുകൾ മരണപ്പെട്ടു പോയ സന്ദർഭത്തിൽ അവരെ സന്ദർശിക്കാൻ വേണ്ടി മക്കളെ കൊണ്ടുപോവുക. പ്രത്യേകിച്ചും പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തിക്കുന്ന സ്ഥലമാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിലേക്ക് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ വാഹനത്തിൽ രോഗികളെ കാണാൻ വേണ്ടി പോകുന്ന ആ വാഹനത്തിൽ വളണ്ടിയർമാരായി നമ്മളെ മക്കളെ കൂടി വിടുക. കാരണം ശരിക്കും പ്രയാസം അനുഭവിക്കുന്ന, വേദന കടിച്ചമർത്തി ജീവിക്കുന്ന 10-15 വർഷമായി സ്വന്തം കട്ടിൽ നിന്ന് എണീക്കാൻ പോലും കഴിയാതെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകളെ മക്കൾ കാണേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഈ റിയൽ വേൾഡിൽ നിന്ന് യഥാർത്ഥ വേൾഡിലേക്ക്, റിയൽ വേൾഡിലേക്ക് അവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ.